السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. ഏറ്റവും ആദരണീയരായ സയ്യിദ് പൂക്കോയ തങ്ങൾ അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, വിശിഷ്ടാതിഥികളെ, ഈ മഹത്തായ ആത്മീയ സദസ്സിൽ വളരെ ആവേശത്തോടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്വലാത്തിനെ സ്നേഹിക്കുന്ന ഈ മജ്ലിസിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പടച്ച റബ്ബ് നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന ഒരു സുഹൃതമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ, ഇരട്ടി മധുരമാണ് നമുക്കിന്ന്. ഒന്ന് വെള്ളിയാഴ്ച രാവാണ്. രണ്ടാമത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം ചെയ്ത വസന്തമാസമായി അറിയപ്പെടുന്ന പരിശുദ്ധമായ റബീഉ നമ്മിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ ചൊല്ലുന്ന ദിക്റൊന്ന് എല്ലാവരും ഒന്ന് ചൊല്ലണേ. അൽഹംദുലില്ലാഹില്ലദീ ذهب بشهر صفر وجاء بشهر ربيع الأول. അള്ളാഹു ഈ മാസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. മാഷാ അള്ളാഹ്, സഫറിൽ തന്നെ മുസ്ലിം ലോകം റബീഇലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരുക്കം മുത്തുനബിയുടെ ജനനത്തിന് മുമ്പേ നടന്നിട്ടുള്ള ഒരുക്കമാണ്. നമ്മൾ മങ്കൂസ് മൗലൂദിൽ കാണുന്ന ഒരു പരാമർശമുണ്ട്. എന്താണത്? അള്ളാഹുവിൻ്റെ മാലാഖമാർ, അള്ളാഹുവിൻ്റെ കോടാനക്കോടിക്കണക്കിന് വരുന്ന മലക്കുകൾ സ്വഫർ മാസത്തിൽ തന്നെ ആമിനബി റളിയല്ലാഹു തആല അൻഹായുടെ വസതിക്ക് ചുറ്റും തമ്പടിച്ചിരുന്നു എന്നുള്ളതാണ്. വസ്തഫത്തിൽ മലായികത്തു ഫീ സ്വഫരിൻ വസ്തഫത്തിൽ മലായികത്തു മൻസിലഹാ ഫീ സ്വഫർ. നോക്കൂ നിങ്ങൾ, റബീഉൽ അവ്വൽ 12-നാണ് ജനനം. ഒരു മാസം മുമ്പ്, 1.5 മാസം മുമ്പ് തന്നെ മലക്കുകൾ ഒരുങ്ങാണ്. നമ്മുടെ നാടുകളിൽ പള്ളികളിലും മദ്രസകളിലും മതസ്ഥാപനങ്ങളിലും എന്ന് വേണ്ട എവിടെയെല്ലാം പ്രവാചക പ്രേമികളുണ്ടോ അവിടെയൊക്കെ മാനസികമായി ഒരുങ്ങുകയായിരുന്നു പരിശുദ്ധമായ റബീഉൽ അവ്വലിലേക്ക്. ആ റബീഉൽ അവ്വൽ കടന്നു വന്നിരിക്കുന്നു. ഇനി ഹബീബിനെ വാഴ്ത്തപ്പെടുന്ന സുദിനങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം എന്താണെന്നറിയോ? റബീഉൽ അവ്വൽ തുടങ്ങി ആ മൗലിദിൻ്റെ ഒക്കെ ഒരു രസം കെട്ട് അനുഭവിക്കാൻ തുടങ്ങുമ്പോഴേക്ക് റബീഉൽ അവ്വൽ അങ്ങോട്ട് പോകും. മിക്കവാറും നാടുകളിലൊക്കെ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞിട്ട് വീടുകളിലെ മൗലൂദൊക്കെ തുടങ്ങാറുള്ളൂ. വടക്കൻ മലബാറിലൊക്കെ അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ 12 വരെ മൗലൂദൊന്നും ഉണ്ടാവില്ല. അത് പള്ളികളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വീടുകളിലെ മൗലിദ് റബീഉൽ അവ്വൽ 12 കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. അങ്ങനെ മൗലിദുമായിട്ടാണ് ഇണങ്ങിച്ചേർന്ന് ഹബീബിലേക്കൊന്ന് ഹൃദയബന്ധം സ്ഥാപിച്ച് വരുമ്പോഴേക്കിന് റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടുണ്ടാവും. മാഷാ അല്ലാഹ്, ഇന്ന് നമുക്ക് വലിയ അവസരമാണ് ഇവിടെ വീണ് കിട്ടിയത്. ഈ റബീഉൽ അവ്വൽ 1 രാത്രി തന്നെ ഇവിടെ ഒത്തുകൂടാനും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനും സ്വലാത്ത് ചൊല്ലാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസക്കാലം ഇനി നമുക്ക് നമ്മുടെ നാവിലും നമ്മുടെ ചിന്തയിലും എല്ലാം ഹബീബ് കടന്നു വരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കാരണം ആ ഹബീബിനേക്കാളും വലിയ ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് കടന്നു വന്നിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ വരാനുമില്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഏതെങ്കിലും ഒരാളെയല്ല നമ്മൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്, വാഴ്ത്തി പറയുന്നത്.
പുണ്യനബിയുടെ പേര് തന്നെ നിങ്ങൾ കണ്ടില്ലേ, മുഹമ്മദ് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് മുഹമ്മദിന്റെ അർത്ഥം? വാഴ്ത്തപ്പെടേണ്ട ആള് എന്നാണ്. കൂടുതലായി സ്തുതിക്കപ്പെടേണ്ട, വാഴ്ത്തപ്പെടേണ്ട, ശ്ലാഘിക്കപ്പെടേണ്ട, പ്രശംസിക്കപ്പെടേണ്ട ആൾ എന്നാണ്. ലോകത്ത് 1,24,000 പ്രവാചകന്മാർ കടന്നു പോയിട്ട് വേറെ ഒരു നബിക്കും അള്ളാഹു ആ പേര് കൊടുത്തിട്ടില്ലല്ലോ. അള്ളാഹു അത് കാത്തുവെച്ചതായിരുന്നു ആ നാമം. വളരെ പ്ലാനിങ് ആണത്. വേറെ ഒരു പ്രവാചകനും മുഹമ്മദ് എന്ന നാമമില്ല. അത് നമ്മുടെ ഹബീബ് ഖാതിമുൽ അംബിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമായി അള്ളാഹു കാത്തുവെച്ചതാണ്. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഓരോ മാസവും ഓരോ മലക്കുകൾ വരുമായിരുന്നു സുവിശേഷം അറിയിക്കാൻ. എന്നിട്ട് ഓരോ മലക്കുകളും വരുമ്പോ ഓരോ മാസത്തിലും വരും. നമുക്കറിയാം റജബിലാണ് ഗർഭം ധരിക്കുന്നത്. റജബ് 1 രാത്രി. എന്താ ഞാൻ പറഞ്ഞത്? കൃത്യമായ പ്ലാനഡാണ്. റജബ് 1 രാവിന് ഇജാബത്തുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വർഷത്തില് ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന രാത്രികളിൽ ഒരു രാത്രി അവ്വലു ലൈലത്തിൻ മിൻ റജബ് എന്നാണ്. എന്താ റജബിന്റെ 1ാമത്തെ രാത്രിന്റെ പ്രത്യേകത? ഒരു പ്രത്യേകത, ആമിന ബീവി റളിയല്ലാഹു തആല അൻഹായുടെ ഗർഭപാത്രത്തിലേക്ക് അബ്ദുള്ളയുടെ മുതുകിൽ നിന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നുതുഫത്ത് കടന്നു വന്ന ദിവസമാണത്. ആ റജബ് 1 ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. അന്ന് ആമിന ബീവിക്ക് 13 വയസ്സാണ് പ്രായം. ചിന്തിക്കണം. എന്നിട്ട് ഓരോ മാസവും മഹാന്മാരായ മലായിക്കത്ത് കടന്നു വരികയാണ്. നമ്മൾ മൗലിദിൽ വളരെ മനോഹരമായിട്ട് ഇത് പറയാറുണ്ട്. ഓരോ മലായിക്കത്തും കടന്നു വന്നിട്ട്, ഓരോ പ്രവാചകന്മാരുടെ അർവാഹുകളും കടന്നു വന്നിട്ട് ആമിന ബീവിയോട് പറയുന്നത്, ഇദാ വദഅതി ശംസൽ ഫലാഹി വൽ ഹുദാ ഫസമ്മീഹി മുഹമ്മദാ. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാണ്ട്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പേര് തെരഞ്ഞിട്ട് എങ്ങോട്ടും പോണ്ട. കുട്ടിയുടെ നാമം മുഹമ്മദാൻ. ഇത് എവിടെയുള്ള നാമാന്നറിയോ നിങ്ങള്? മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച റബ്ബ് സ്വർഗ്ഗത്തിൽ വെച്ച് പടച്ചു, ജീവൻ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ണ് തുറന്നപ്പോ മഹാന്മാരായ മലായിക്കത്തുകൾ മുഴുവനും ആദം നബിയുടെ പിറകിൽ ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുകയാണ്. അപ്പൊ അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, ആരാ എന്റെ പിറകില്? അപ്പൊ അല്ലാഹു പറഞ്ഞുവത്രേ, ആദമേ, അത് മലായിക്കത്താണ്. അവർ എന്റെ പിറകിൽ നിൽക്കാൻ കാരണം അവരെന്താ എന്റെ മുന്നിലേക്ക് കടന്നു വരാത്തത്? ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി, ഓ ആദമേ, അങ്ങയുടെ മുതുകിൽ ഒരു പ്രകാശമുണ്ട്. പിൽക്കാലത്ത് കടന്നു വരുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് അങ്ങയുടെ മുതുകിലുണ്ട്. ആ നൂറിനെ ആദരിച്ചുകൊണ്ടാണ് മഹാന്മാരായ മലായികത്ത് നിങ്ങളുടെ പിറകിൽ നിൽക്കുന്നത് എന്ന് സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച റബ്ബ് പറഞ്ഞു എന്നാണ്. അപ്പൊ ആദം നബി പറഞ്ഞു, എന്നാ പിന്നെ ആ നൂറിനെ ഒന്ന് എന്റെ കൈവരലിലേക്കൊന്ന് ആക്കിത്തരുമോ, ഞാനൊന്ന് കണ്ടോട്ടെ എന്ന്. ചരിത്രത്തിൽ കാണാം, അല്ലാഹു ആ നൂറിനെ മുതുകിൽ നിന്ന് അവിടത്തെ ശറഫാക്കപ്പെട്ട തള്ളവരലിലേക്ക് മാറ്റിക്കൊടുത്തു. ആ തള്ളവരൽ, അതിന്റെ ആ നൂറിന്റെ പ്രകാശം കണ്ടപ്പോ മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തള്ളവരൽ ചുംബിച്ചു, മുത്തം കൊടുത്തു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാ പറയാണ്, ഞമ്മക്കും ഈ സുന്നത്തുണ്ട്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അഥവാ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോ അതിന് മറുപടിയായി മർഹബൻ ബി ഹബീബി വഖുറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് 2 തള്ളവിരലിന്റെ നഖത്തിലേക്ക് മുത്തം കൊടുത്ത് ആ വിരല് കൊണ്ട്, ആ തള്ളവിരലുകളെ കൊണ്ട് നമ്മുടെ കണ്ണ് തടവിക്കൊടുത്താൽ മരണം വരെ അവന് കണ്ണ് രോഗമുണ്ടാവുകയില്ലെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പണ്ട് ആദം നബി ചെയ്ത പണിയാണ്.
അലൈഹിസ്സലാം. പറഞ്ഞു വന്നത്, അന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നൂറ് മഹാനായ ആദം നബിയുടെ മുതുകിലുണ്ട്. അങ്ങനെ കടന്നു വന്നാലേ വിശദമായിട്ട് പറയാൻ ടൈമില്ലാത്തോണ്ടാ. ആദം നബിയുടെ 50ാമത്തെ മകനാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. കൃത്യമായ പരമ്പര താരീഖുകളിൽ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ റസൂലുള്ളാഹിന്റെ 20 ഉപ്പാപ്പമാരെ പഠിച്ചിട്ടുള്ളൂ. ആ ഉപ്പമാരാണ് കടന്നു ചെന്നാൽ പ്രവാചകന്മാരിലൂടെ എത്തുന്നത് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ ഇങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലെ മുഴുവൻ ചെടികളിലും വൃക്ഷങ്ങളിലും ഇലകളിലും തൂണുകളിലും മുഴുവനും ഒറ്റ നാമമാണ് മുഹമ്മദ്. ഈ പേര് കണ്ടതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ദ്വേർന്നല്ലോ, അല്ലാഹുമ്മ ഇന്നി അതവസ്സലു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അതവസ്സലു ഇലൈക ബിമുഹമ്മദിൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിന്റെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ചോദിച്ചു, അല്ല ഞാൻ മുഹമ്മദിനെ പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ എവിടുന്ന് നിനക്ക് മുഹമ്മദിനെ മനസ്സിലായി? അപ്പോൾ ആദം നബി പറഞ്ഞ വർത്താനാണ്, അല്ലാഹുവേ, ഈ സ്വർഗത്തിൽ എവിടെ നോക്കുമ്പോഴും എനിക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദാണ്. അർശിന്റെ തൂണിൽ ഒരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നു അല്ലാഹ്, മറുഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നു മുഹമ്മദ്. ആലോചിച്ച് നോക്കിയേ, ആദം നബിനെ സൃഷ്ടിച്ചിട്ട് എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടാണ് റസൂലുള്ള ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഈ നാമം, സ്വർഗത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഈ നാമം വേറെ ആർക്കും കൊടുക്കാതെ അള്ളാഹു കാത്തുവെച്ചതാണ്. അത് ഖാത്തിമുൽ അംബിയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാത്തുവെച്ചു. മഹദിയായ ആമിന ബീവി, നമുക്കറിയാം അവിടത്തെ നൂറ്, അവിടത്തെ ഒരു സൗന്ദര്യം, അത് വർണ്ണിക്കാൻ വാക്കുകളില്ല. ചരിത്രം രേഖപ്പെടുത്തുകയാണ്, അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയാണ്. അബ്ദുൽ മുത്തലിബ് ഭയങ്കര സുന്ദരനായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ സൗന്ദര്യം അബ്ദുള്ള എന്ന കുട്ടി ഉണ്ടാകുന്നവരെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അബ്ദുള്ള ജനിച്ചപ്പോ പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ സൗന്ദര്യം മൊത്തം പിന്നെ അബ്ദുള്ളക്ക് കിട്ടിയത്. അബ്ദുള്ള എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പിതാവ് റജബ് 1 രാവിൽ മഹദിയായ ആമിന ബീവിയുമായി ശാരീരിക സമ്പർക്കം നടത്തി മഹാനായ അബ്ദുള്ളയുടെ മുതുകിൽ നിന്ന് അവിടത്തെ ശറഫാക്കപ്പെട്ട ബീജം റസൂലുള്ളാഹിന്റെ ജനനത്തിന് കാരണമായ നുത്ഫത്ത് ആമിന ബീവിയിലേക്ക് നീങ്ങിയ അന്ന് രാത്രി മുതൽ പിന്നെ അബ്ദുള്ളക്ക് മുഞ്ചില്ല. പിന്നെ ലോക സുന്ദരിയാണ് സയ്യിദത്തുന ആമിന. ഉറക്കെ പറയും റളിയല്ലാഹു അൻഹാ. ആമിന ബീവി ലോക സുന്ദരിയാണ്. എത്ര കാലം എന്നറിയോ? 8 മാസവും 12 ദിവസവും. റജബിലല്ലേ ഗർഭം ധരിച്ചത്? റജബിന്റെ 1ാമത്തെ രാവിൽ. റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ. സഫർ 30 ആയപ്പോഴേക്കും 8 മാസം പൂർത്തിയായി. റബീഉൽ അവ്വൽ 12-നാണ് ജനനം. 8 മാസം 12 ദിവസവും ആമിന ബീവി ലോക സുന്ദരിയാണ്. തന്റെ 13ാമത്തെ വയസ്സ് 14ാമത്തെ വയസ്സിലേക്ക് അടുക്കുമ്പോഴാണ് പ്രസവം നടക്കുന്നത്. ഏതായിരുന്നാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച ആ ദിവസം മുതൽ പിന്നെ ആമിനാന്റെ സൗന്ദര്യം പിന്നെ കാണാനില്ല. അപ്പൊ ഈ സൗന്ദര്യത്തിന്റെ ഒക്കെ സബബ് എന്താ? മുഹമ്മദ് മുസ്തഫ. പിന്നെ ലോക സുന്ദരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് വല്ലാത്ത നൂറാണ്. ആ നൂറിലേക്ക് അടുക്കാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കഷ്ടപ്പാടുകൾ മുഴുവനും നടത്തുന്നത്. ഈ സ്വലാത്തും മജ്ലിസും റബീഉൽ അവ്വലും മൗലൂദും തോരണം തൂക്കലും എല്ലാം അതിന്റെ ഭാഗമാണ്. ആ ലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. കാരണം അത് വല്ലാത്ത ലൈറ്റാണ്. നമ്മൾ ഇവിടുന്ന് ചൊല്ലിയല്ലോ, അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറും ഫൗഖ നൂർ അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹുസ് സുദൂർ. ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സൂര്യനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ?
സിറാജം വഹാജ എന്നാണ്. സൂര്യനെ പറ്റി അള്ളാഹു ഒരു സ്ഥലത്ത് പരാമർശിച്ചത്, വിശേഷിപ്പിച്ചത് സിറാജം വഹാജ, കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വിളക്ക്. ചന്ദ്രനെ പറ്റി അള്ളാഹു ഒരു സ്ഥലത്ത് പറഞ്ഞത് ഖമറം മുനീറ എന്നാണ്, പ്രകാശപൂരിതമായ ചന്ദ്രൻ എന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഖുർആനിൽ ആയത്തിറക്കിയപ്പോൾ എന്താ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞെന്നറിയോ? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറാ. വല്ലാത്ത പ്രയോഗ. മുഫസ്സിരീങ്ങൾ ഇതിൻ്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കുന്നുണ്ട്. അഥവാ സിറാജം വഹാജ എന്നതിലെ സിറാജ് എടുത്തു, ഖമറം മുനീറ എന്നതിലെ മുനീർ എടുത്തു, എന്നിട്ട് സിറാജം മുനീറ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനെ പറ്റി ഖുർആനിൽ ഷംസ് എന്ന് പറഞ്ഞിട്ടില്ല, ഖമർ എന്നും ബദർ എന്നും പറഞ്ഞിട്ടില്ല, സിറാജ് എന്നാ പറഞ്ഞത്. അതൊരു ചെറുതാക്കല്ലേ നമുക്ക് തോന്നിപ്പോകും. സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിശേഷണല്ലേ. സൂര്യനും പറഞ്ഞിട്ടില്ല, ചന്ദ്രനും പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് സിറാജ് എന്ന വിളക്ക് എന്നാ പറഞ്ഞത്. എന്തേ അള്ളാഹു അങ്ങനെ പ്രയോഗിച്ചത്? മുഫസ്സിരിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ അങ്ങനെ പ്രയോഗിക്കാൻ കാരണം എന്നറിയോ? മുത്തുനബി സിറാജാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സൂര്യൻ എന്ന് പറയുന്നത് സ്വയം കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ്. സംഗതി നല്ല പ്രകാശമൊക്കെ തന്നെയാണ്. പക്ഷെ വേറൊരാൾക്ക് അതിന്റെ പ്രകാശം എടുക്കാൻ കഴിയോ? സൂര്യനിൽ നിന്ന് നമുക്ക് പ്രകാശം എടുക്കാൻ കഴിയോ? കഴിയില്ലല്ലോ. ഇനി ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനും വലിയ പ്രകാശമുള്ള ഗോളമാണ്. പക്ഷെ ആ ചന്ദ്രനിൽ നിന്ന് നേരിട്ട് നമുക്കൊരു വിളക്ക് എത്തിക്കാൻ പറ്റുമോ? ഒരു മെഴുകുതിരി എത്തിക്കാൻ പറ്റുമോ? അതേ സമയത്ത് സിറാജം മുനീറാ, അള്ളാന്റെ റസൂല് വിളക്കാണ് എന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് മനസ്സിലായി ഒരു വിളക്കിൽ നിന്ന് കോടിക്കണക്കിന് വരുന്ന വിളക്കുകൾ കത്തിക്കാൻ പറ്റും. അത് സൂര്യന് കഴിയൂല, അത് ചന്ദ്രന് കഴിയൂല, വിളക്കുന്നേ കഴിയുള്ളൂ. മുത്തുനബി വിളക്കാണ്. ആ വിളക്കിൽ നിന്നാണ് 1,24,000 സ്വഹാബത്ത് പ്രകാശം സ്വീകരിച്ചത്. ആ വിളക്കിൽ നിന്നാണ് ഇന്ന് വരെയുള്ള ലോകത്ത് കഴിഞ്ഞു പോയ സകലമാന മുഅ്മിനീങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളും വെളിച്ചം സംഭരിച്ചിരിക്കുന്നത്. അത് വല്ലാത്തൊരു ട്രാൻസ്ഫോമറാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കാത്തുവെച്ച നാമമാണ് മുഹമ്മദ് എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയോ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും മുഹമ്മദ് എന്ന നാമത്തിൻ്റെ പ്രതിഫലനമുണ്ട് എന്നാണ്. എല്ലാത്തിലുണ്ട്. ഒരു മനുഷ്യൻ, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഒന്ന് വീട്ടിൽ പോയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യൻ വലത് ഭാഗത്തേക്ക്, അഥവാ നമുക്ക് കടക്കൽ സുന്നത്തുള്ളൊരു രൂപമുണ്ടല്ലോ, ഖിബലയിലേക്ക് വലത് ഭാഗത്തിന് മേലിൽ ചെരിഞ്ഞ് കിടക്കുക. അങ്ങനെ ചെരിഞ്ഞ് കടന്നിട്ട് ദൂരെ നിന്ന് അതൊന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കുക. എന്താണ് ആ ശൈലിന്ന് കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിയും. മുഹമ്മദിൻ്റെ ശൈലിയിലാണ് നമ്മെ അള്ളാഹു പഠിച്ചിരിക്കുന്നത്. നമ്മുടെ തല മീമാണ്, കൈ ഹ ആണ്, വയറിന്റെ ഭാഗം മീമാണ്, 2 കാലുകൾ ദാലാണ്. മുഹമ്മദാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കടത്തുന്ന കുഫാറുകൾ, നരകാവകാശികൾ, അവരെ ഒരിക്കൽ പോലും അല്ലാഹു മനുഷ്യരുടെ രൂപത്തിൽ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. പിന്നെങ്ങനെ പ്രവേശിപ്പിക്കാന്നറിയോ? യുബദ്ദലു സൂറത്തുഹും അലാ സൂറത്തിൽ ഖിൻസീർ. മനുഷ്യരൂപത്തിൽ നിന്ന് പന്നിയുടെ രൂപത്തിലേക്ക് കോലം മറിക്കും. എന്തുകൊണ്ട്? ഇക്റാമല്ലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോടുള്ള ബഹുമാനം കൊണ്ട്. കാരണം എന്താ? മനുഷ്യനിൽ മുഹമ്മദ് എന്ന രൂപം, മുഹമ്മദ് എന്ന ആ ലിപി, ആ നാമം, അത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട്. ആ റസൂലുള്ളാഹിനോടുള്ള നാമത്തിനോടുള്ള ബഹുമാനം കൊണ്ട് ആ രൂപത്തിൽ ഒരാളെയും അല്ലാഹു നരകം കൊണ്ട് ശിക്ഷിക്കുകയില്ല എന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് നാമത്തിന്റെ പ്രത്യേകത? നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. അപ്പം മൗലിദിന്റെ മാസമാണ് ഇപ്പത്. നമ്മൾ വികൃതമാക്കിയത് റസൂലുള്ളാഹിന്റെ നാമത്തെ. കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത്
മുഹമ്മദ് എന്ന് പറയുന്നതിന് പകരം ഹായിനെ നീട്ടിക്കൊണ്ട് ഉച്ചരിക്കുക. ഞാനത് ഉച്ചരിക്കണില്ല, കാരണം അങ്ങനെ ഉച്ചരിക്കൽ ഹറാമാണ്. മുഹമ്മദ് എന്ന് പറയുന്നതിന് പകരം രാഗത്തിന് വേണ്ടി, താളത്തിന് വേണ്ടി ആ ഹായിനെ നീട്ടി ഉച്ചരിക്കുക, മുഹാ എന്ന് ഉച്ചരിക്കുക. അങ്ങനെ റസൂലുള്ളാഹിന്റെ നാമം ഉച്ചരിക്കൽ ഹറാമാണ് എന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും കറാഹത്തുകൾ വിശദീകരിച്ച അവിടെ കിതാബുൽ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ആ നാമത്തിന് പ്രത്യേകതയുണ്ട്, അത് വല്ലാത്ത നാമമാണ്. അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചില്ലേ, കുട്ടി ജനിച്ചു, എന്താ പേരിടുന്നത് ചോദിച്ചു, എന്താ പേരിട്ടത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സമ്മൈതുഹു മുഹമ്മദ, ഞാൻ മുഹമ്മദ് എന്നാ പേരിട്ടത്. കാരണം അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഈ പേരിങ്ങനെ എന്താ പറയാ, ഒരു മെസ്സേജ് ആയിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് എപ്പോഴും വരും. ആമിന ബീവിക്ക് മഹാന്മാരായ അംബിയാഇന്റെ അർവാഹുകൾ വന്നിട്ട് മെസ്സേജ് കൊടുക്കുന്നു. അബ്ദുൽ മുത്തലിബിന് ഇങ്ങനെ തോന്നുക, കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണം, മുഹമ്മദ് എന്ന് പേരിടണം, മുഹമ്മദ് എന്ന് പേരിടണം. ഇത് പേരിട്ടു എന്നറിഞ്ഞപ്പോൾ അന്ന് ഖുറൈശികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മൗലിദ് കിതാബിൽ ഇത് പറയുന്നുണ്ട്, നമുക്ക് അർത്ഥം അറിയാത്തോണ്ടല്ലേ. അല്ല അബ്ദുൽ മുത്തലിബേ, നമ്മളെ ഉപ്പാപ്പമാർക്ക് വല്യപ്പമാർക്കോ ആർക്കും ഇല്ലാത്തൊരു പേരാണല്ലോ ഈ പേര് മുഹമ്മദ്. നമ്മൾ സാധാരണ നമുക്ക് എത്ര വല്യപ്പാരുണ്ട്, ഓലാരെങ്കിലും പേരിട്ടൂടായിരുന്നോ? എന്തേ മുഹമ്മദ് സെലക്ട് ചെയ്യാൻ കാരണം? ഈ കുട്ടി വാഴ്ത്തപ്പെടേണ്ട ആളാണ്. വാനലോകത്തുള്ള ഭൂമി ലോകത്തുള്ള സകലമാന മലായികത്തും ഈ കുട്ടിയുടെ മദ്ഹ് പറയേണ്ട കുട്ടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് എന്ന നാമം വെച്ചത് എന്ന് അവിടുത്തെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തുനബിയുടെ ജനനം എന്ന് പറയുന്നതും അവിടുത്തെ ജീവിതവും അവിടുത്തെ നാമവും അവിടുത്തെ വ്യക്തിത്വവും അവിടുത്തെ സ്വഭാവവും അവിടുത്തെ ശരീരവും എല്ലാം കൃത്യമായ പ്ലാനഡാണ്. വെറുതെയല്ല നമ്മൾ റബീഉ വരുമ്പോ സന്തോഷിക്കുന്നതും ഹബീബിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നതും. ഒറ്റ കാര്യങ്ങളോട് പറയാം, ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്ന് റസൂലുള്ളാഹിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഭൂമി ലോകത്തുള്ള സകലമാന വസ്തുക്കളെയും അള്ളാഹു രണ്ടാക്കി തിരിച്ചു. ഒന്ന് ജീവനുള്ളവ, രണ്ട് ജീവനില്ലാത്തവ. ജീവനുള്ള വസ്തുക്കളെ അള്ളാഹു സെലക്ട് ചെയ്തു. ആ ജീവനുള്ള വസ്തുക്കളെ വീണ്ടും രണ്ടാക്കി മാറ്റി. അഥവാ ജീവികൾ, സസ്യങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ. വൃക്ഷങ്ങളെക്കാളും ജീവികൾക്ക് അള്ളാഹു പ്രാധാന്യം കൊടുത്തു. ആ ജീവികളെ വീണ്ടും ഡിവൈഡ് ചെയ്തു. ആ ജീവികളെ രണ്ടാക്കി പകുത്തു. അഥവാ ജീവികളിൽ സംസാരശേഷിയുള്ളവ, സംസാരശേഷിയില്ലാത്തവ. സംസാരശേഷിയില്ലാത്തതിനേക്കാൾ സംസാരശേഷിയുള്ളതിന് പ്രാധാന്യം കൊടുത്തു. സംസാരശേഷിയുള്ളതിനെ അള്ളാഹു വീണ്ടും ഡിവൈഡ് ചെയ്തു. അഥവാ ബുദ്ധിയുള്ളവർ, ബുദ്ധിയില്ലാത്തവർ. അതിൽ നിന്ന് ബുദ്ധിയുള്ളവരെ അള്ളാഹു തിരഞ്ഞെടുത്തു. സംസാരശേഷിയുള്ളവരെ തിരഞ്ഞെടുത്തു. സംസാരശേഷിയുള്ളവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ തിരഞ്ഞെടുത്തു. മനുഷ്യരിൽ നിന്ന് മനുഷ്യരെ അല്ലാഹു രണ്ട് വിഭാഗമാക്കി. അഥവാ പണ്ഡിതന്മാർ, പണ്ഡിതർ അല്ലാത്തവർ. അതിൽ നിന്ന് പണ്ഡിതന്മാർക്ക് ഫള് കൊടുത്തു. പണ്ഡിതന്മാരെ അല്ലാഹു വീണ്ടും ഡിവൈഡ് ചെയ്തു. അമ്പിയാക്കൾ, അമ്പിയാക്കളല്ലാത്തവർ. അമ്പിയാക്കളല്ലാത്തവരെക്കാളും അമ്പിയാക്കൾക്ക് ഫള് കൊടുത്തു. 1,24,000 അമ്പിയാക്കളിൽ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. 313 മുർസലീങ്ങളെ സെലക്ട് ചെയ്തു. അല്ലാത്തവരെക്കാൾ ഇവർക്ക് ഫള് കൊടുത്തു. 313 വീണ്ടും ഡിവൈഡ് ചെയ്തു. 313 മുർസലീങ്ങളിൽ നിന്ന് 5 ഉൽ അസ്മുകളെ തിരഞ്ഞെടുത്തു. ആ ഉൽ അസ്മാകുന്ന 5 പേരിൽ നിന്ന് 2 ആളെ സെലക്ട് ചെയ്തു. ഒന്ന് മുഹമ്മദ് മുസ്തഫ, 2 സയ്യിദുന ഇബ്രാഹിം. ആ 2 ആളിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്തു മുഹമ്മദ് മുസ്തഫ. വല്ലാത്ത സെലക്ഷനാണത്. വെറുതെ അല്ല മുസ്തഫ എന്ന പേര് വന്നത്, സെലക്റ്റീവാണ്. ഫിൽട്ടർ ചെയ്യെടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാൻ ഈ പറഞ്ഞതേ 12ാമത്തെ ഫിൽട്രേഷനാണ്. ഞാൻ എണ്ണി അത് മുതൽ ലാസ്റ്റ് റസൂലുള്ളാഹിനെ സെലക്ട് ചെയ്ത അവിടെ എത്തുമ്പോഴേക്കിന് 12 ഫിൽട്രേഷൻ നടന്നിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12-നാണ് മുത്തു മുഹമ്മദ് മുസ്തഫ കടന്നു വന്നത്.
കൃത്യമായ പ്ലാനിങ് ആണ്. ഇങ്ങനെ ഒരു മനുഷ്യ ലോകത്തുണ്ടാകുമോ? നമ്മളെ പലരും മരണപ്പെട്ടു പോയില്ലേ? എത്ര പ്രായം? 64 വയസ്സ് 8 മാസം 7 ദിവസം ഇങ്ങനൊക്കെ പറയല്ലേ? അള്ളാന്റെ ഹബീബിന്റെ വയസ്സ് എത്രയാ? കൃത്യം 63. റബീഉൽ അവ്വൽ 12 ജനനം, റബീഉൽ അവ്വൽ 12 വഫാത്ത്. സമയവും പ്രഭാതം, കറക്റ്റ് ടൈം. 63 വർഷം, മാസല്ല, ദിവസല്ല. ഇങ്ങനൊരു മനുഷ്യൻ നിങ്ങൾ വേറെ പറഞ്ഞു തരും? അല്ലാഹു മുഹമ്മദ്, ഈ രണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ താളം എന്ന് പറയുന്നത്. 24 മണിക്കൂറും ഇവിടെ തത്തിക്കളിക്കുന്ന 2 നാമമുണ്ടെങ്കിൽ അത് അല്ലാഹ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുമ്പൊക്കെ, നമ്മളെ വലിപ്പറിയാഞ്ഞിട്ടാ. ലോകത്തുള്ള സകലമാന അമ്പിയാക്കളും ആഗ്രഹിച്ച പദവിയാണ് ഞാൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളായിരുന്നെങ്കിലെന്ന്. ഇത് ആഗ്രഹിക്കാത്ത ഒരു നബിയും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അത്രയും വലിയ ഫളിലാണേ. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത്. അന്ന് ലോകത്ത് നടന്ന അത്ഭുതങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കയ്യും കണക്കുമില്ല. മാത്രമല്ല അത്ഭുതങ്ങൾ നിറഞ്ഞ ജനനമായിരുന്നു. നമ്മൾ മൗലിദ് ചൊല്ലുന്നുണ്ട്, പാടുന്നുണ്ട്. വലദതുഹു മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. ഒരു അഭിപ്രായ പ്രകാരം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ കുട്ടികളെ പോലെയല്ല പറന്നു വീണത്, സുജൂദിലേക്കാണ് വീണത്. സുജൂദിലായിട്ടാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത്. സുജൂദിൽ കടന്നിട്ട് ആകാശത്തേക്ക് നോക്കുന്നു ആ ചെറിയ പൈതൽ. എന്തൊരു അത്ഭുതമാണത്! മാത്രമല്ല വലദതുഹു മഖ്തൂന, ചേല കർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ആരും കഴിച്ചു കൊടുത്തിട്ടില്ല. നബി തങ്ങൾ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മഖ്തൂനായിട്ടാണ്, ഖിതാൻ കഴുകപ്പെട്ടവരായിട്ടാണ് കടന്നു വന്നത്, ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ് കടന്നു വന്നത്. ഇത് റസൂലുള്ളാഹിന്റെ ഒരു ഖുസൂസിയത്താ. പിന്നെയോ മക്ഹൂല, മനോഹരമായി സുറുമ വരക്കപ്പെട്ടുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ഭൂമിയിലേക്ക് പറന്നു വീണത്. ആമിന ബീവി പറയുന്നുണ്ട്, ആമിന ബീവിന്റെ അടുത്ത് 7 ദിവസമേ റസൂൽ ഉണ്ടായിട്ടുള്ളൂ. പ്രസവിച്ചിട്ട് 7 ദിവസം മാത്രമേ ആമിന ബീവിന്റെ അടുത്ത് കുട്ടി ഉണ്ടായിട്ടുള്ളൂ. ആ 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ആമിന ബീവി പറയാണ്, ഞാന് പ്രസവിച്ച് കിടക്കുമ്പോ കുട്ടി അടുത്തുണ്ടാവും, കുറച്ച് കഴിയുമ്പോ കുട്ടിനെ കാണൂല. നമ്മൾ മൗലിദിൽ പറയുന്നുണ്ട് അതൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാ കുട്ടിനെ കുളിപ്പിച്ച് പെർഫ്യൂം അടുപ്പിച്ച് ചുറുമ തേച്ച് മനോഹരമായി മൊഞ്ചുള്ള കുട്ടിയാക്കി കൊടുന്ന് കടത്തിയിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമായിട്ട് പിന്നങ്ങോട്ട് ഹാജരാക്കപ്പെടുന്നതിന്റെ ഇടയിൽ കുറഞ്ഞ ടൈം, സെക്കൻഡുകൾ മാത്രം. ഇതാരാ പറയണത്? പ്രസവിച്ച് കിടക്കുന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹാ. ഇത് സാധാരണ കുട്ടിയാണോ? നമ്മളെ ബർത്ത്ഡേക്ക് യാതൊരു പ്രാധാന്യമില്ല, പക്ഷെ റസൂലുള്ളാഹിന്റെ ബർത്ത്ഡേക്ക് പ്രാധാന്യമുണ്ട്. അള്ളാന്റെ ഹബീബ് കടന്നു വന്ന മാസത്തിന് പ്രത്യേകത ഉണ്ട്. അള്ളാന്റെ ഹബീബ് കടന്നു വന്ന ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ലോകത്തെ രാവുകളിൽ ഏറ്റവും അഫ്ളലായ രാവ് ഏതാണെന്ന് ഉലമാഇ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഫ്ളലുൽ ലയാലി ലൈലത്തു മൗലിദിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള മൊത്തം രാവുകളിൽ, എല്ലാ റബീഉൽ അവ്വൽ 12 അല്ല, ലോകത്തുള്ള മൊത്തം രാവുകളിൽ ഏറ്റവും അഫ്ളലായ രാവ് നബി തങ്ങൾ കടന്നു വന്ന റബീഉൽ അവ്വൽ 12 രാവാണ്. ലൈലത്തുൽ ഖദറിനേക്കാളും അങ്ങനെയാണ് ഉലമാഇ രേഖപ്പെടുത്തിയത്. നമുക്കറിയുന്ന ഏറ്റവും അഫ്ളലായ രാവ് ലൈലത്തുൽ ഖദർ അല്ലേ? അതിന് കാരണം പറഞ്ഞത് ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ കാരണം ആരാ? മുഹമ്മദ് മുസ്തഫയാണ്. അപ്പൊ പിന്നെ ആ റസൂലുള്ളാഹി കടന്നു വന്ന രാവല്ലേ ഏറ്റവും വലിയ രാവ്, അഫ്ളലായ രാവ് എന്നാണ് മഹാന്മാർ അതിന് ന്യായം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി കടന്നു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമാണ്. ആമിന ബീവി മുലപ്പാൽ കൊടുത്തു.
7 ദിവസമാണ് കൊടുത്തത്. ഞാൻ വിശദീകരിക്കണില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാം. പിന്നെ സുവൈബത്തുൽ അസ്ലമിയ്യ പാല് കൊടുത്തിട്ടുണ്ട്, കുറഞ്ഞ ദിവസം. പിന്നെ റസൂലുള്ളാനെ നോക്കാൻ, ഒരു 5 വർഷം നോക്കാൻ അവസരം കിട്ടിയ ഉമ്മയാണ് സയ്യിദത്തുന ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാന്റെ പോറ്റുമ്മയാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് 5-ാമത്തെ വയസ്സിൽ റസൂലുള്ളാനെ തിരിച്ചു കൊടുത്തു. ആർക്ക്? സ്വന്തം ഉമ്മാക്ക്. പിന്നെ ഉമ്മാന്റെ കൂടെ 1 വർഷം ജീവിച്ചു. 6-ാമത്തെ വയസ്സിൽ ആമിന ബീവി തൻ്റെ 20-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. ആമിന ബീവി ലോകത്തോട് വിട പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആമിന ബീവി എന്നൊക്കെ കേട്ടാൽ കുറേ എന്താ പറയാ പ്രായത്തിൽ ആ മരണപ്പെട്ടെന്ന് തോന്നിപ്പോവില്ലേ. ബീവി എന്നൊക്കെ പറയുന്നിട്ടാൽ 13-ാമത്തെ വയസ്സിൽ ഗർഭം ധരിച്ചു, 14-ാമത്തെ വയസ്സിൽ പ്രസവിച്ചു, 6-ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹിക്ക് 6-ാമത്തെ വയസ്സിലല്ലേ ആമിന ബീവിയുടെ വഫാത്ത്. അന്ന് ആമിന ബീവിയുടെ പ്രായം 20 വയസ്സാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ലോകത്ത് ദറജ നേടിയെടുത്തവർ മുഴുവനും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ദറജൊന്നും വെറുതെ കിട്ടൂല. ബുദ്ധിമുട്ടാത്തൊരു സംഗതി ഒരു നേട്ടം കിട്ടൂല. പ്രയാസപ്പെടാതെ ഒരു മഹത്വം കിട്ടൂല. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്നാൽ നമ്മളതൊന്നും ആവില്ല. നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുകയാണ്. പക്ഷെ അത് റസൂലുള്ളാഹിക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. മഹാന്മാരായ സ്വഹാബത്ത് പറയാറുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ വഫാത്ത് ആലോചിക്കും. അങ്ങനെ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വഫാത്ത് ആലോചിച്ച പിന്നെ ഞങ്ങളെ സങ്കടം പോകും. റസൂലുള്ളാഹിന്റെ വഫാത്ത് ഞങ്ങൾ അനുഭവിച്ചില്ലേ, ഇനി അതിനേക്കാൾ വലുത് എന്താ ഞങ്ങൾക്ക് വരാനുള്ള ദുനിയാവില്? അതാലോചിച്ച് ഞങ്ങൾ സമാധാനിക്കാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബ റളിയല്ലാഹു അൻഹും. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം. പിന്നെ അബ്ദുൽ മുത്തലിബാൻ ഉപ്പാപ്പാന്റെ സംരക്ഷണത്തിലാ. കൃത്യം 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. സ്വന്തം ഉമ്മയും പോയി, ബാപ്പിയും പോയി, വല്യുപ്പിയും പോയി. ഉപ്പയെയോ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അബ്ദുള്ളയെ അള്ളാഹു കൂട്ടിക്കൊണ്ടുപോയി. ഇതിനൊക്കെ പിന്നിൽ വേറെയും കുറെ രഹസ്യങ്ങൾ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ചില ഉലമാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തേ റസൂലുള്ളാഹിന്റെ ഉമ്മാനിയും ബാപ്പാനിയും നേരത്തെ കൂട്ടിക്കൊണ്ടുപോയത്? ശരിക്കും ആമിന ബീവിന്റെ എന്താ പറയാ ജീവിതം നമ്മൾ പഠിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. കാരണം എന്താ, വേറൊരു കുട്ടി ഇല്ലല്ലോ. റസൂലുള്ളാഹിക്ക് പെങ്ങളും ഇല്ല, ജ്യേഷ്ഠനും ഇല്ല, അനുജനും ഇല്ല, ആരുമില്ല. ഒറ്റ കുട്ടിയാണ്. ആ റസൂലുള്ളാഹിക്ക് ജന്മം നൽകാൻ വേണ്ടി മാത്രം അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച വനിതയാണ് സയ്യിദത്തുന ആമിന. വേറൊരു കുട്ടിയില്ല. പിന്നെ കൊണ്ടുപോയി നേരത്തെ. അതിന് കാരണം മഹാന്മാർ പറയുന്ന എന്താന്ന് വെച്ചാലേ, നബി തങ്ങൾ വളർന്നു വന്ന് പ്രായപൂർത്തിയൊക്കെ എത്തണ സമയത്ത് ഉമ്മയും ബാപ്പയും ഹയാത്തിലുണ്ടായിരുന്നെങ്കിൽ ഏതൊരാളും ഉമ്മാനെയും ബാപ്പാനെയും ആദരിക്കണ്ടേ, ബഹുമാനിക്കണ്ടേ? നബി തങ്ങൾ ഹയാത്തിലുള്ള സമയത്ത് നബി തങ്ങൾ വേറൊരാളെ ആദരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അവിടെ നബി തങ്ങളാണ് അഫ്ളൽ. എല്ലാവരും ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യാന്നല്ലാതെ നബി തങ്ങൾ ഒരാൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നേരത്തെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി എന്ന് അഭിപ്രായപ്പെട്ട ഉലമാക്കൾ വരെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കൃത്യമായ പ്ലാനഡാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ ബയോഗ്രഫി നമ്മൾ പഠിക്കണം. ഈ റബീഉൽ അവ്വൽ ഞാൻ കൂടുതൽ നമുക്ക് 1.5 മണിക്കൂറിനുള്ളിൽ മുഴുവനായിട്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. എവിടെയൊക്കെ നബിദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ടോ അവിടേക്ക് നമ്മൾ പോയിരിക്കുക. മൗലിദിന്റെ സദസ്സിൽ പോയിരിക്കുക. ഹബീബ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും തോറും ആ ഹബീബിനോട് നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് വരും. ഒരു മനുഷ്യനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം പ്രിയപ്പെട്ടവരെ? ഇപ്പൊ നമ്മളെ ഉമ്മാനെ നമുക്ക് സ്നേഹമാണ്, ബാപ്പാനോട് നമുക്ക് സ്നേഹം. എന്തുകൊണ്ടാണ് സ്നേഹം ഉണ്ടായത്? അവരെ പറ്റി നമുക്ക് അറിയാം. നമ്മളെ ഉമ്മാരെ നമുക്കറിയാം. നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പെടുന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഉമ്മാനോട് നമുക്ക് സ്നേഹം ഉണ്ടായതാണ്. ബാപ്പയോടും അങ്ങനെ തന്നെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് മഹബത്ത് വരണമെങ്കിൽ ആ ഹബീബ് നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിക്കണം. അതിനവിടുത്തെ ബയോഗ്രഫി പഠിക്കണം. പഠിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അപ്പോഴേ ഹുബ്ബ് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ തൊള്ളയിൽ മാത്രമേ ഹുബ്ബ് ഉണ്ടാകുള്ളൂ. അള്ളാഹു ഖൽബ് കൊണ്ട് ഇഷ്ടപ്പെടാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ ഇഷ്ടപ്പെട്ടു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളെ ഇഷ്ടപ്പെട്ടു. നബി തങ്ങൾക്ക് ഉണ്ടാകുന്ന ഏതൊരു പ്രയാസവും അല്ലാഹുവിന് വല്ലാത്ത പ്രയാസമാണ്. മറ്റുള്ള എല്ലാ അമ്പിയാക്കളും കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങട്ട് നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തതാണ് ഓരോ കാര്യങ്ങളും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ ഉസ്താദുമാരൊക്കെ വഅദ് പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഒന്ന് പറഞ്ഞേ, റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ദുആയാണ്. മൂസ നബി അള്ളാഹിനോട് ചോദിക്കാണ്, പടച്ചോനെ, ഫിറൗന്റെ അടുക്കലേക്കാ പോണത്, എന്റെ സ്വദറൊന്ന് ശറഹാക്കി തരണം, എന്റെ ഹൃദയം വിശാലമാക്കി തരണം, ഞാൻ ദഅവത്തിന് പോവുകയാണ്. ചോദിച്ചു വാങ്ങിയതാണ് സയ്യിദുനാ മൂസ. എന്നാൽ മുത്തുനബി അങ്ങനെ ചോദിച്ചിട്ടില്ല. അള്ളാഹു അങ്ങട്ട് പറഞ്ഞു, നബിയെ അലം നശ്റഹ് ലക സദ്റക്. ചോദിക്കേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട്? മുത്തുനബി ഹബീബ, ഖലീലിന്റെയും അപ്പുറത്താണ് ഹബീബ്. ഹബീബാകുമ്പോ ചോദിക്കണമെന്നില്ല, കണ്ടറിഞ്ഞാണ് കൊടുക്കും. ആദ്യകാലത്ത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു ഖിബില. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയാണ് സമയത്ത് റസൂലുള്ളാഹിക്ക് ഭയങ്കര കൊതിയായിരുന്നു, പടച്ചോനെ കഅബയൊന്ന് ഖിബിലയായിരുന്നെങ്കിൽ. ഇടക്കിടക്ക് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും, ജിബ്രീൽ വരുന്നുണ്ടോ, വഹയുമായിട്ട് വരുന്നുണ്ടോ, എന്റെ ആഗ്രഹം നടക്കുവോ, ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും. ഒരു ദിവസം സയ്യിദുനാ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയേ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. നിങ്ങളെ ഖിബില മാറുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കണില്ല ജിബ്രീലിനെ കാത്തിട്ട്, അത് നബിയെ ഞാൻ കാണുന്നുണ്ട്. അല്ലാഹ് പറയാൻ, ഇന്നു മുതൽ നിങ്ങളുടെ ഖിബില പരിശുദ്ധമായ കഅബയാണ്. അള്ളാഹുവിന്റെ ഹബീബ് മോഹിച്ചപ്പോഴേക്കും അതുകൊണ്ട് കൊടുക്കുകയാണ്. അള്ളാഹു ഇങ്ങനെ ഒരാളെയും പരിഗണിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാളെയും ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, ലോകത്ത് കഴിഞ്ഞുപോയ സകലമാന അമ്പിയാക്കളുടെ ഉമ്മത്തിനും നിസ്കാരമുണ്ട്, പക്ഷേ ബാങ്കില്ല. ബാങ്ക് എന്ന് പറയുന്ന ഏർപ്പാട് ലോകത്ത് കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിലും ഇല്ല. ഒരു കൊക്ക നിസ്കാരം ഉണ്ടായിരുന്നു. ബാങ്കുള്ളത് ഉമ്മത്ത് മുഹമ്മദ്. എന്താ ബാങ്കിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ ആഗ്രഹമാണത്. എന്റെ പേര് എവിടെ പറയുന്നുവോ അവിടെ എന്റെ ഹബീബിന്റെ പേര് പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരാൾ മുസ്ലിം ആകൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ട് ഒരാൾ മുഅ്മിനാകൂല. ഈമാനിന്റെ പൂർത്തീകരണം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് 24 മണിക്കൂർ ഇവിടെ തത്തിക്കളിക്കുകയാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ ആവർത്തിക്കുക. റബീഉൽ അവ്വലല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ മനോഹരമായ വാക്ക്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സുന്ദരമായ വചനം, ഇതാണല്ലോ കലിമത്ത് തൗഹീദ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് പരിശോധിച്ചാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനെ ഒന്ന് പിരിച്ചെഴുതി നോക്കി നിങ്ങൾ, എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് പരിശോധിക്കുക. കൃത്യം അതിൽ 12 അക്ഷരങ്ങൾ ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ 12 അക്ഷരം. മുഹമ്മദുർ റസൂലുള്ളാഹ് ആ മനോഹരമായ വചനത്തിലും കൃത്യം 12 അക്ഷരങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിലെ 12ഉം മുഹമ്മദുർ റസൂലുള്ളാഹിയിലെ 12ഉം ടോട്ടൽ 24 ആണ്. 12 എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ മാസങ്ങളുടെ എണ്ണമാണെങ്കിൽ 24 എന്ന് പറയുന്നത് ഒരു ദിവസത്തിലെ മണിക്കൂറുകളുടെ എണ്ണമാണ്. അഥവാ 24 മണിക്കൂറും 24 ഹവേഴ്സും ഈ പ്രപഞ്ചത്തിൽ തത്തിക്കളിക്കുന്ന നാമമാണ് അല്ലാഹ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രപഞ്ചത്തിന്റെ റിഥം, അതാണ് പ്രപഞ്ചത്തിന്റെ താളം. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ഹബീബിനെ എത്ര പറഞ്ഞാലും നമുക്ക് എന്താ പറയുക, അവസാനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ നീണ്ടുപോവുകയേ ചെയ്യുള്ളൂ. പറഞ്ഞു തീർക്കാൻ കഴിയോ? റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, മാ ഇൻ മദഹ്തു മുഹമ്മദം ബിമഖാലത്തി. ഞാൻ എഴുതിയ എൻ്റെ ഈ മനോഹരമായ കവിത അല്ലെങ്കിൽ ഈ ഖസീദ
ഇതുകൊണ്ട് ഞാൻ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തതല്ല. വലാകിൻ മദഹ്തു മഖാലതി ബിമുഹമ്മദി, ഞാൻ എഴുതിയ കൊച്ചു കവിതക്ക് റസൂലുള്ളാഹിന്റെ പേരിട്ടിട്ട് ഞാൻ ബറക്കത്ത് വാങ്ങിയതാണ്. ലോകത്ത് ഒരാൾക്കും മദ്ഹ് പറഞ്ഞിട്ട് തീർന്നിട്ടില്ല, അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ഒരാൾക്കും കഴിയൂല. അല്ല പോലും, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, കാരണം പല തവണ അവിടെ വന്നതാണ്, സംസാരത്തിന് വന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒറ്റ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്തിറങ്ങുന്നത് ദുൽഹിജ്ജ 9-നാണ്. പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ ദിവസാണ്. അത് കഴിഞ്ഞിട്ട് ദുൽഹിജ്ജ കഴിഞ്ഞ് മുഹറം കഴിഞ്ഞ് സഫറിലാണ് രോഗിയാകുന്നത്. റബീഉൽ അവ്വൽ 12-നാണ് വഫാത്താകുന്നത്. ഈ നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷം മുഹറം 10 ഇറങ്ങിയ ആയത്താണ് സൂറത്തു തൗബയിലെ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ആയത്ത്. അതെന്താ? അത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ് എന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ പൂർത്തീകരണം നടന്നിട്ട് പോലും അള്ളാന്റെ ഹബീബിന്റെ മദ്ഹ് നിർത്താൻ അള്ളാഹ്ക്ക് കഴിയണില്ല. അതല്ലെന്ന് മനസ്സിലാകുന്നത്. ലോകത്തുള്ള എല്ലാവരും അവിടെയാണ് പരാജയപ്പെട്ടത്. റസൂലുള്ളാഹിന്റെ ഹുബ്ബ് കിട്ടാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയായിരുന്നു മുഅ്മിനീങ്ങളെ. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പറ്റുമെങ്കിൽ റസൂലുള്ളാഹിനെ പറ്റി ഒരു മനോഹരമായ ലേഖനം എഴുതുക, അല്ലെങ്കിൽ കവിത ഉണ്ടാക്കുക, അല്ലെങ്കിൽ പാട്ടുണ്ടാക്കിയിട്ട് അത് പാടുക. അത് ഏത് ഭാഷയിലുമാവാം. പക്ഷെ നമ്മൾ സാധുക്കളല്ലേ, നമുക്ക് അതിന് വിവരമില്ലല്ലോ. നമുക്ക് മൗലൂദ് കിതാബ് ഉണ്ടാക്കാനും കവിത ഉണ്ടാക്കാനും എവിടെ നമുക്ക് അതിനുള്ള വിവരം? അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്ന പണി, ഇത് ഉണ്ടാക്കിയ മഹാന്മാരുണ്ടാക്കി വെച്ച ഖസീദയും മൗലിദും മധുവും നമ്മൾ ഓതുകയാണ്. അങ്ങനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ ഖസീദ ഉണ്ടാക്കിയ, മദ്ഹ് ഉണ്ടാക്കിയ, മൗലിദ് ഉണ്ടാക്കിയ ഓരോരുത്തരും നിങ്ങൾ പരിശോധിച്ച് നോക്കിയും അത്ഭുതമാണ്, മഹാത്ഭുതമാണ്. ഖസീദത്തുൻ നുഅ്മാനിയ എന്ന് പറഞ്ഞിട്ടൊരു ഖസീദുണ്ട്. റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതിയത് ആരെന്നറിയോ? മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാമുൽ അഅ്ളം. അബൂ ഹനീഫ തങ്ങൾ എഴുതിയ റസൂലുള്ളാഹിന്റെ മദ്ഹാണ് ഖസീദത്തുൻ നുഅ്മാനിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂപ്പര് ആ ഖസീദ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ എഴുതി ഒരാളോടും അത് പറഞ്ഞില്ല. മൂപ്പർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, റൗദ ഷരീഫിൽ പോയി എനിക്കൊന്ന് ചൊല്ലണം, അവിടെ പോയി എനിക്കൊന്ന് പാടണം. ആരോടും ഉണ്ടാക്കി വിവരം പറഞ്ഞിട്ടില്ല. അങ്ങനെ മൂപ്പര് മദീനത്ത് ചെന്നു. മദീനത്ത് ചെന്നപ്പോ അവിടത്തെ മുഅദ്ദിനുണ്ട്, അബൂ ഹനീഫ തങ്ങൾ എഴുതിയ ഖസീദ ഇങ്ങനെ ചൊല്ലുന്നു. അത്ഭുതപ്പെട്ടു പോയി അബൂ ഹനീഫ തങ്ങൾ. ഒരാളോടും പറഞ്ഞിട്ടില്ല ഈ ഖസീദയെ പറ്റിയിട്ട്. ഖസീദ എന്ന് പറഞ്ഞ കവിത. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, അവിടുത്തെ മുഅദ്ദിനായ ഈ ചൊല്ലിയ മനുഷ്യനോട് അബൂ ഹനീഫ തങ്ങൾ ചോദിച്ചു, അല്ല ഇതാരെ കവിതയാണ് ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഇത് അബൂ ഹനീഫ എന്ന് പറഞ്ഞ ഒരാളെ കവിതയാണ് എന്ന് പറഞ്ഞു. ഇങ്ങക്ക് ഇവിടുന്ന് കിട്ടി ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിനെ കിനാവിൽ കണ്ടിരുന്നു. അപ്പം അബൂ ഹനീഫ ഇമാമ് ഈ ഖസീദ ചൊല്ലിക്കൊടുക്കുന്നത് ഞാൻ കേട്ടപ്പോൾ ഞാൻ ബൈഹാട്ട് ചെയ്തതാണ്. മാഷാ അല്ലാഹ്. അബൂ ഹനീഫ തങ്ങൾ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. ആരോടും പറയാതെ എഴുതിയ ഖസീദ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച ആ മസ്ജിദിലെ മുഅദ്ദിൻ കാണാതെ പഠിച്ചിരിക്കുന്നു. അത്ഭുതങ്ങളാണ് ഖസീദയുമായി ബന്ധപ്പെട്ട്. നമ്മളിപ്പോൾ ഈ ബുർദുണ്ടല്ലോ, നമ്മളിപ്പോൾ യാക്രമൊക്കെ ചെല്ലുണ്ടല്ലോ, നമുക്കിപ്പോൾ അതൊരു രസവും താളവും ലയോ ആണ്. അതിൻ്റെയൊക്കെ ഉള്ളിലേക്കാണ്ട് കടന്നു ചെന്നാൽ അത്ഭുതങ്ങളുടെ കലവറയാണ് ഖസീദത്തുൽ ബുർദ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഖസീദത്തുൽ ബുർദ തുടങ്ങുന്നത് അലിഫുണ്ടാ. അല്ലേ? തങ്ങൾ പാപ്പാക്ക് തലവേദന ഉള്ള സമയത്ത് ബുർദ ചൊല്ലിയപ്പോൾ പിന്നെ തലവേദന പമ്പ കടന്നു. അതതിൻ്റെ സ്വഭാവമാണ്. കാരണം ബുർഉദ്ദ എന്നാണ് അതിൻ്റെ പേര്. രോഗശമനം എന്നാണ്. അതാണ് ബുർദയായി മാറിയത്. ബുർഉദ്ദ എന്നാണ് പേര്. ബുസൂരി തങ്ങൾ വലിയ മഹാനാ, ഭയങ്കര മഹാനാ. കൈറോവിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി സാഹിത്യത്തിൽ ബിരുദമെടുത്ത മഹാനാണ്, വലിയ സൂഫിയാണ്. മഹാനവറുകൾ
തനിക്ക് രോഗം ബാധിച്ചപ്പോൾ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തുകൊണ്ട് കവിത എഴുതാൻ വേണ്ടിയിട്ട് തീർച്ചപ്പെടുത്തിയതാ. ആ രോഗം പമ്പ കടന്നു. എത്ര കൊല്ലായി അറിയോ ഞങ്ങള്? 700-ൽ പരം കൊല്ലമായി ബുർദണ്ടായിട്ട്. 700 കൊല്ലം കഴിഞ്ഞു, 7 നൂറ്റാണ്ട് കഴിഞ്ഞു. എന്തൊരു ഇത്രയധികം സാർവത്രികമായ ജനകീയമായ ഒരു ഖസീദ ലോകത്ത് വേറുണ്ടോന്നറിയില്ല. എന്തൊരു അത്ഭുതമാണ്! ഏതെല്ലാം രീതിയിലാണത് ചൊല്ലുന്നത് നമ്മളൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മുത്തലിം കുട്ടികളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അത് പാടുന്നത്. കണ്ടോ, അലിഫ് കൊണ്ട് തുടങ്ങി അവസാനത്തെ അക്ഷരമേതാണ്? യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. അല്ലാഹുവിലുള്ള അലിഫ് കൊണ്ട് തുടങ്ങി, ഹംസ കൊണ്ട് തുടങ്ങി, മുഹമ്മദിലെ മീമിൽ അവസാനിച്ചു. എല്ലാ ബൈത്തിന്റെയും അവസാനം മീം. ചില ബൈത്തുകളിൽ അവസാനം 2 മീം. അതിനൊക്കെ ഓരോന്നിനും ഓരോ രഹസ്യമുണ്ട്. 11 സ്ഥലത്താണ് അങ്ങനെ. അഥവാ അമിമി, ലമമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 11 സ്ഥലത്ത് 2 മീമുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഖിയാമത്ത് നാളിന്റെ ഇടയിൽ റസൂലുള്ളാഹിന്റെ കൃത്യമായ ഖലീഫമാരായി, കൃത്യമായ സ്വഭാവത്തിലും അതുപോലെ തന്നെ അവിടത്തെ സൽഗുണങ്ങളിലും ഹബീബായ നബി തങ്ങളെ ഖലീഫയായിട്ട് കടന്നു വന്ന 11 മഹത്തുക്കളിലേക്കുള്ള സൂചനയാണ് ഈ 2 മീമുള്ള 11 ബൈത്തുകൾ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. നമ്മളൊറ്റ കാര്യം നമ്മൾ ചിന്തിക്കണ്ടുള്ളൂ, അർത്ഥമൊന്നും നമ്മൾ മനസ്സിലാക്കണ്ട. നമ്മൾ മൗലൂദിൽ പങ്കെടുക്കുക. മൗലൂദിൽ പങ്കെടുത്താൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല. ഞമ്മക്കിനി രക്ഷപ്പെടാൻ മുഅ്മിനീങ്ങൾ അതൊക്കെ വഴിയുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ബുർദുണ്ടാക്കാനോ വെളിയങ്കോട്ട് ഉമർ ഖാദി തങ്ങളെ പോലെ സ്വല്ലലില്ലാഹു ബൈത്ത് ഉണ്ടാക്കാനോ അതുപോലെ തന്നെ അല്ലഫുൽ അലിഫു എത്ര മനോഹരമായ ബൈത്താണ്, ഖസീദയാണ്, അതുണ്ടാക്കാനോ ഒന്നും ഞമ്മക്ക് കഴിയൂല. മഹാനായ മഖ്ദൂം തങ്ങൾ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, മഹാൻ അവർ രചിച്ച മങ്കൂസ് മൗലൂദ് കോടാനക്കോടിക്കണക്കിന് ആളുകൾ 500 കൊല്ലായില ഉണ്ടായിട്ട് കോടാനക്കോടിക്കണക്കിന് ആളുകൾ അത് ചൊല്ലി ബർക്കത്തെടുത്തു. ഇന്നും ബർക്കത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ അത്ഭുതങ്ങളാ മങ്കൂസ് മൗലൂദ് കൊണ്ട് കിട്ടുന്നത്, നേടാൻ കഴിയുന്നത്. ആ ഹബീബായ നബി തങ്ങളെ മദ്ഹ് പറയൽ നമുക്ക് നിർബന്ധാണ്. ഇഷ്ടപ്പെടുന്ന ഒരാളെ മദ്ഹ് പറയാതിരിക്കുമോ മുഅ്മിനീങ്ങളെ? നമ്മളെ ഉമ്മാനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉമ്മാന്റെ മദ്ഹ് എല്ലാവരോടും പറയില്ലേ? നമ്മളെ ഭാര്യയോട് നമുക്ക് മഹബത്ത് ഉണ്ടെങ്കിൽ ഭാര്യനെ പറ്റി പറയാൻ 100 നാവായിരിക്കൂലേ? അവരെക്കാളുമൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ എത്രത്തോളം മദ്ഹ് പറയണം. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ആ ഹബീബിനങ്ങ് മദ്ഹ് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി മുഅ്മിനീങ്ങളെ റബീഉൽ അവ്വലാണ്. കഴിവിന്റെ പരമാവധി സ്വലാത്ത് ചൊല്ലണം. നേരത്തെ തങ്ങളുപ്പാപ്പ പറഞ്ഞില്ലേ, അത് ഗൗരവത്തോടെ ഞാനും നിങ്ങളും കണക്കിലെടുക്കണം. സ്വലാത്ത് എന്ന് പറഞ്ഞ ഒരു മൗലിദിന്റെ സദസ്സിൽ നമ്മൾ ഇരുന്നാൽ എത്ര സ്വലാത്താ നമ്മൾ അറിയാതെ ചൊല്ലിപ്പോകുന്നത്. ഓരോ ബൈത്തിന്റെ ജവാബും വ്യത്യസ്ത സ്വലാത്തുകളാണ്. മൗലായ സ്വല്ലി വസല്ലിം ഒരു സ്വലാത്താണ്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വേറെ സ്വലാത്താണ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ വേറെ ജവാബാണ്, സ്വലാത്താണ്. യാ നബി സലാം അലൈക്കും വേറെ സ്വലാത്താണ്. അങ്ങനെ ഒരു സദസ്സിൽ ഇരുന്നിട്ടങ്ങനെ സ്വലാത്ത് അങ്ങ് ചൊല്ലുമ്പോ, മൗലിദിൽ പങ്കെടുക്കുമ്പോ എത്ര സ്വലാത്താണ് നമ്മുടെ നാവിലൂടെ കടന്നു വരുന്നത്. ആ സ്വലാത്ത് സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും പണ്ഡിത ലോകത്തിനിടയിലില്ല. നമ്മൾ നിസ്കാരം സ്വീകരിച്ചോ? അല്ലാഹു അഅലം. നമ്മൾ നോമ്പ് സ്വീകരിച്ചോ? അല്ലാഹു അഅലം. നമ്മൾ സ്വതക്ക ഖബൂലായോ? അല്ലാഹു അഅലം. ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരേ ഒരു അമൽ, അദിമിസ്വലാത്ത അലൻ നബി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മം ബിഗൈരി തറദ്ദുദി. സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കോ,
അത് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. തമാശക്ക് വേണ്ടി ചൊല്ലിയാലും സ്വലാത്താണ്, കാര്യത്തിൽ ചൊല്ലിയാലും സ്വലാത്താണ്. അങ്ങനെ 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 ചൊല്ലിയാലേ അവസാനം എന്താ സംഭവിക്കാന്നറിയോ? ഉലമാ രേഖപ്പെടുത്തുന്നു, പറയാൻ എനിക്ക് യോഗ്യതയില്ല, എന്നാലും ഞാൻ പറയാണ്. റബീഉൽ അവ്വൽ 1 നമ്മൾ ഇനി പങ്കെടുക്കുന്ന മജ്ലിസുകളിൽ ഇഖ്ലാസോടെ പങ്കെടുക്കണം. ഒരു മൗലിദിന്റെ മജ്ലിസിനെയും നമ്മൾ നെവർ മൈൻഡ് ആക്കരുത്. എവിടൊക്കെ ചാൻസ് കിട്ടുമോ അവിടൊക്കെ നമ്മൾ പോയിരുന്നിട്ട് സ്വലാത്ത് ചെല്ലണം. അങ്ങനെ ചൊല്ലിയാൽ ലില്ലാഹി ഇബാദുൻ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, യതവല്ലാ തർബിയതഹും, അവരുടെ നിയന്ത്രണം ഏറ്റെടുക്കും. ആര്? അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനഫ്സിഹി, നബി തങ്ങൾ നേരിട്ട് നിയന്ത്രണം ഏറ്റെടുക്കും. മിൻ ഗൈരി വാസിത, ഒരു മാധ്യമവും വേണ്ട, ഒരു ശൈഖും വേണ്ട, ഒരു വലിയും വേണ്ട. അള്ളാന്റെ ഹബീബ് നേരിട്ട് തർബിയത്ത് ഏറ്റെടുക്കുന്ന ചില ഇബാദുണ്ട്, ചില അടിമകളുണ്ട്. കാരണം എന്താണ്? ബികസറത്തി സ്വലാത്തിഹിം അലൈഹി, റസൂലുള്ളാഹിന്റെ മേലിൽ ധാരാളം സ്വലാത്ത് അങ്ങ് ചൊല്ലുമ്പോ ഹബീബായ നബി തങ്ങൾ വന്നിട്ട് ഏറ്റെടുക്കും. റിഫായി തങ്ങളൊക്കെ അങ്ങനെ ഏറ്റെടുത്തതല്ലേ? ശൈഖ് ജീലാനി തങ്ങൾ അങ്ങനെ ഏറ്റെടുത്തതല്ലേ? നേരിട്ട് വന്നിട്ട് റസൂലുള്ള, ചില മഹാന്മാർക്ക് ഹുളൂറിൽ വന്നു, ചിലവർക്ക് മനാമിൽ വന്നു, വന്നിട്ട് പറഞ്ഞു അന്ത ബിനി ഹഖാ. ഔ, എന്തൊരു വർത്താനത്! എന്റെ കുട്ടിയാണ്. ആര്? മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു ഞമ്മക്കും തൗഫീഖ് തരട്ടെ. കൊതിയാണ്, ധാർമ്മികതയൊന്നുമില്ല, യോഗ്യതയൊന്നുമില്ല, കൊതിക്കാലോ. അള്ളാഹു ഞമ്മക്കും തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്, പറഞ്ഞാൽ തീരൂല. ഇത് പറഞ്ഞിട്ട് എവിടെയെങ്കിലും എത്തിക്കാൻ കഴിയൂല. ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് കഴിയൂല. അതുകൊണ്ട് പരമാവധി ഹബീബിലേക്ക് അടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഹബീബിനെ സ്നേഹിച്ചിട്ട്, മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, യഹ്ളുറു റൂഹുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസത സ്വാലിഹി ഉമ്മത്തിഹി, നബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകൾ മരിച്ചാൽ അവിടെ മുത്തുനബിയുടെ റൂഹ് കടന്നു വരുമെന്നാണ്. അള്ളാഹു അങ്ങനത്തെ റൂഹാക്കി നമ്മളെ റൂഹുകളെ മാറ്റിത്തരട്ടെ. ഒന്നുകൂടി ഞാൻ ആ വാക്ക് പറയാം. യഹ്ളുറു റൂഹുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസത സ്വാലിഹി ഉമ്മത്തിഹി. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഖബർ കൊണ്ടുപോയി വെച്ചാലേ നമ്മളോട് ചോദിക്കുക, ഈ റസൂലുള്ളാഹിനെ നേരിട്ട് കാണിച്ചു തന്നിട്ട് പറയും, ഇയാളെ പറ്റി നിനക്കെന്തറിയാം? വല്ലാത്തൊരു ചോദ്യാണത്. എല്ലാരും മരിച്ച് ഖബറിൽ അങ്ങോട്ട് പോയാൽ റസൂലുള്ളാഹിന്റെ രൂപം കാണിച്ചു കൊടുത്തിട്ട്, ഈ മനുഷ്യനെ പറ്റി നിനക്കെന്തറിയാം? സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാണെങ്കിൽ, മൗലൂദിൽ പങ്കെടുത്ത മനുഷ്യനാണെങ്കിൽ, നബിദിനം ആഘോഷിച്ച മനുഷ്യനാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാ അതെന്റെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. ഉമറിനെ പോലെ നമുക്ക് കഴിയൂല റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വല്ലാത്തൊരു വർത്താനാ പറഞ്ഞത്, ആൺകുട്ടികളെ വർത്താനാണത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഖബർ കൊണ്ടുപോയി വെച്ചിട്ട് മുൻകർ നക്കീർ വന്നിട്ട് ഇന്നോടെങ്ങാനും മൻ നബിയുക്കാന്ന് ചോദിച്ചാല് ഞാൻ ഓലോട് പറയും, ഇതൊക്കെ നിങ്ങളെക്കാട്ടും വലിയ ആളോട് ഞാൻ ദുനിയാവെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് എന്നോട് ചോദിച്ചിട്ട് ഇനി വരണ്ടെന്ന് ഞാൻ മലക്കുകളോട് പറയുമെന്ന് പറഞ്ഞ ആൺകുട്ടിയാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ആശിഖാണ്. ഒരു കാലത്ത് റസൂലുള്ളാഹിനെ കൊല്ലാൻ നടന്നിട്ട് റസൂലുള്ളാഹിന്റെ തല കൊയ്യാൻ നടന്ന ആള് ഇന്ന് കിടക്കുന്നത് മുത്തുനബിയുടെ ചുമലിന്റെ അടുത്താണ്. എന്തൊരു ഭാഗ്യമാണ്! ഇഷ്ക് കൊണ്ട് കിട്ടിയതാണ്. നബി തങ്ങളെ സ്നേഹിച്ച ഒരാളും ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടൂല്ല. അള്ളാഹു അങ്ങനത്തെ ആളുകളെ പരാജയപ്പെടുത്തൂല. റസൂലുള്ളാഹിനോട് മഹബത്ത് ഉണ്ടായാൽ മതി. 4 ബാധ്യതകളാ റസൂലുള്ളാഹിനോട്. 1 അൽ ഈമാനു ബിൻ നബി, 2 ഇത്വാഅത്ത്, റസൂലുള്ളാഹിനോട് ഇത്വാഅത്ത് ചെയ്യുക. 3 മുതാഅബത്തുൻ നബിയാണ്. 4 മഹബ്ബത്തുൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ വേണം, ഇത്വാഅത്ത് വേണം, മുതാബഅത്ത് വേണം, മഹബ്ബത്തും വേണം. ഈ 4 ഉണ്ടായാൽ നമുക്ക് ഹബീബിന്റെ ശഫാഅത്തിൽ ചേരാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നാളെ ഈ സമയത്ത് എനിക്ക് മസ്കത്തിലാണ് പരിപാടി. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഇന്ന് നേരത്തെ ഏൽപ്പിച്ചത് കൊണ്ട് എനിക്ക് എന്താ പറയാ, ഞാൻ നേരെ വീട്ടിൽ നിന്ന് മസ്കത്തിലേക്ക് പോകാൻ ഒരുക്കപ്പാടിൽ ഇറങ്ങിയതാണ്. ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോണത്. വീട്ടിലേക്ക് പോകാൻ ടൈമില്ല.
മസ്കറ്റ് റേഞ്ച് ജമിയത്തുൽ ഉലമ നടത്തുന്ന ഗ്രാൻഡ് മൗലിദ് സദസ്സിൽ നാളെ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ദുആ ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മാസം പരമാവധി ഉപയോഗപ്പെടുത്തുക. ചൂഷണം ചെയ്യാന്ന് പറയില്ലേ നമ്മൾ, ഹബീബിനെ പറഞ്ഞ് 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 റബീഉൽ അവ്വൽ 30 ആകുമ്പോഴേക്കിന് നമ്മളെ കണ്ണും കരളും ഖൽബും ഒക്കെ അങ്ങോട്ട് ശുദ്ധമാവണം. അള്ളാഹു അതിന് ഈ മാസം നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിഹഖ്ഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.